Hey friends, Modicare company ki India ottage 15000 മേലെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഉണ്ട്. അതായത് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുന്ന പോയിന്റ്സ് ഷോപ്പുകൾ എന്ന് പറയുന്നു. ഇതിൽ ഏത് ഷോപ്പിന്റെയും അഡ്രസ്സ് വെറും 20 സെക്കൻഡിൽ താഴെ സമയം എടുത്തുകൊണ്ട് നമുക്ക് Modicare ആപ്ലിക്കേഷനിലൂടെ ലഭിക്കും. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് സൽമാൻ ബഷീർ. വെൽക്കം ടു ദ 1% ക്ലബ്. ഇത് നോക്കാനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് മോദിക്കറിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. മോദിക്കർ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ iOS യൂസ് ചെയ്യുന്നവർക്ക് ആപ്പ് സ്റ്റോറിൽ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ മോദിക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന മെനു ബിസിനസ്, പിന്നെ ഷോപ്പിംഗ്, പിന്നെ മൂന്നാമതുള്ള ഓപ്ഷനാണ് റിസോഴ്സസിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ MSEs DPs അത് തിരഞ്ഞെടുക്കുക. ഓക്കെ, എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് കേരള. ഓക്കെ, കേരള തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സിറ്റി പ്രത്യേകിച്ച് തിരഞ്ഞെടുത്തില്ലെങ്കിൽ വിഷയമില്ല, സെർച്ച് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക, എങ്കിലേ കേരളയിലെ കംപ്ലീറ്റ് ലിസ്റ്റ് ലോഡ് ആവുകയുള്ളൂ. അപ്പോൾ കേരള എന്ന് തിരഞ്ഞെടുത്തിട്ട് സെർച്ച് പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, താഴെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഡീപ്പിൻ്റെ അവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സിൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൻ്റെ അഡ്രസ്സാണോ വേണ്ടത്, ഏത് സ്ഥലത്തിൻ്റെയാണോ വേണ്ടത്, അവിടുത്തെ പിൻകോഡ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, വാങ്ങുക. അല്ലെങ്കിൽ പിൻകോഡ് നിങ്ങൾക്ക് എന്തായാലും വേണം. അപ്പോൾ ആ പിൻകോഡ് നിങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ പിൻകോഡ് ഫിൽറ്റർ എന്നുള്ളിടത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പിൻകോഡിലുള്ള ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് നിങ്ങൾക്ക് വരും. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പിൻകോഡ് അടിച്ച് കഴിയുമ്പോൾ ആ പിൻകോഡിൽ മോദിക്കർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഒരു പിൻകോഡ് 6822006 ഈ ഒരു കാര്യം അടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, നോ മോദിക്കർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഫൗണ്ട്. ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ഈ പറഞ്ഞ പിൻകോഡിൽ താമസിക്കുന്നുണ്ട്. ആ പിൻകോഡ് വെച്ച് നമ്മൾ DP നോക്കിയപ്പോൾ DP ഇല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ വെച്ച് ഫൈനലൈസ് ചെയ്യരുത്. ഈ അവസാനത്തെ 6 എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, ആ നമ്പർ നിങ്ങളൊന്ന് ബാക്കോട്ട് പ്രസ് ചെയ്യുക. ആ ബാക്കോട്ട് പ്രസ് ചെയ്യുമ്പോൾ എന്ത് കാണുന്നുണ്ട്, പിന്നെ നമുക്ക് അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റുള്ള ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സിൻ്റെ അഡ്രസ്സ് കിട്ടും. ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, വേറെ 2-3 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 3 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സിൻ്റെയും അഡ്രസ്സ് ആ വ്യക്തിക്ക് അയച്ചു കൊടുത്തിട്ട് ആ വ്യക്തിയോട് ചോദിക്കാം, നിങ്ങളുടെ വീടിനടുത്തുള്ള, അതായത് നമുക്ക് അവിടെ പറയാം അല്ലേ, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് 3 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഉണ്ട്, ഇതിലേതാണ് നിങ്ങൾക്ക് അടുത്തതെന്ന് പറഞ്ഞ് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 അഡ്രസ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു ഇമേജും കിട്ടും, മോദിക്കാരനെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഒരുപാട് ഉണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് 3 ഷോപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യം പോരാ. അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് ഏറ്റവും അടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ആ വ്യക്തിക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അവസാനത്തെ അക്കം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ലഭിക്കും. അതോടൊപ്പം തന്നെ മറ്റു സ്റ്റേറ്റിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളം മാറ്റിയൊരു ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാം, ഉത്തർപ്രദേശ് എടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളവിടെ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്താൽ അതിൻ്റെ ലിസ്റ്റ്, ആ സ്റ്റേറ്റിലുള്ള DPസിൻ്റെ ലിസ്റ്റ് ലോഡ് ആവുകയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നു, ഉത്തർപ്രദേശിലെ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സിൻ്റെ ലിസ്റ്റ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ സുഹൃത്തിൻ്റെ പിൻകോഡ് എൻ്റർ ചെയ്യാം. കറക്റ്റ് പിൻകോഡ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിലും കുഴപ്പമില്ല, അവസാനത്തെ അക്കം ഒന്ന് ബാക്കോട്ട് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാക്ക് സ്പേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് അടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഒക്കെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മോദിക്കർ എന്ത് ചെയ്യുന്നു, ഈ ആപ്പിൽ എന്തുണ്ട്, ഇതിൻ്റെ താഴെ ഒരു ഷെയർ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ബട്ടൺ ഉണ്ട്. ഈ വാട്സപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് കംപ്ലീറ്റ് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റാരുടെയും സഹായമില്ലാതെ വെറും 20 സെക്കൻഡിൽ താഴെ മാത്രം സമയം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിയറസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. സോ വീഡിയോ കണ്ടതിന് നന്ദി. ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് സൽമാൻ സൈനിങ് ഓഫ്. ബൈ. ഗുഡ് മോർണിംഗ്.